ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിന്റെ ഫിയർ ഗേജ് എന്നറിയപ്പെടുന്ന മാർക്കറ്റ് വോളറ്റിലിറ്റി ഇൻഡെക്സ് അഥവാ ഇന്ത്യ വിക്സ് അത് ഇന്ന് 17% ഉയർന്നിട്ട് 26 എന്ന റേഞ്ചിൽ നിൽക്കുകയാണ്. ഇതിനു മുമ്പ് ഇതിന്റെ റീസെന്റ് ഹൈ ഉണ്ടായിട്ടുള്ളത് ഇതേ മാസം തന്നെയാണ്, മാർച്ച് 9 അന്ന് 24.49 വരെ അത് ഉയർന്നിരുന്നു. അതിനു മുമ്പ് 2024 മെയ് മാസം 26 വരെ എത്തിയിരുന്നു. അതേപോലെ തന്നെ 2025 ഒക്ടോബറിലും 25 എന്ന ലെവലിൽ ഇന്ത്യ വിക്സ് ഉയർന്നിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ വിപണിയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യ വിക്സ് അസാധാരണമായ രീതിയിൽ ഉയരാറുള്ളത്. ഇപ്പോൾ എക്കാലത്തെയും ഉയർന്ന വിക്സ് നമ്മൾ കാണുന്നത് 2008 ആ ഒരു ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിന്റെ സമയത്താണ്. അന്ന് 92 വരെ ഇന്ത്യ വിക്സ് ഉയർന്നിരുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ ഉയരം കീഴടക്കിയത് കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് 86 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് ഉയർന്നിരുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഇന്ത്യ വിക്സ് 15നും 25നും ഇടയിൽ നിൽക്കുന്നതാണ് വിപണിയിലെ ഒരു നോർമലായിട്ടുള്ള രീതി. 25 കടക്കുന്നത് നിക്ഷേപകർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്ക അത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ 2024 മെയ് മാസത്തിൽ വിക്സ് അതിൻ്റെ താഴ്ന്ന നിലവാരത്തിലെത്തിയിരുന്നു. ഏകദേശം 8 എന്നുള്ള റേഞ്ചിൽ വരെ ഇന്ത്യ വിക്സ് താഴ്ന്നിരുന്നു. അപ്പോൾ ഇന്ത്യ വിക്സിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അത് ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഓപ്ഷൻ മാർക്കറ്റിലാണ്. കാരണം അവിടെ ഓപ്ഷൻ പ്രീമിയം വലിയ തോതിൽ ഈ സമയങ്ങളിൽ ഉയരാറുണ്ട്. കാരണം വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ പ്രീമിയം ഉയരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യ വിക്സ് ഉയരുമ്പോൾ നിഫ്റ്റി താഴ്ന്ന പ്രവണതയാണ് കാണാറുള്ളത്. അതുതന്നെയാണ് ഇന്നും നമ്മൾ കാണുന്നത്. ഇന്നത്തെ ബ്ലാക്ക് മൺഡേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ദിവസം നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 22,824 എന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഏകദേശം 290 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ആ രീതിയിൽ താഴോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം 22,512 നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 312 പോയിന്റിൻ്റെ ഒരു ഇടിവ് ഓപ്പണിങ്ങിന് ശേഷം, ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം വീണ്ടും ഇടിഞ്ഞു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു മാർച്ച് 23 എന്നുള്ള ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു മാർച്ച് 23. അപ്പോൾ 6 വർഷം മുമ്പ് ഇതേ ദിവസം കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നിഫ്റ്റി 13% ഇടിഞ്ഞത് ഒറ്റ ദിവസം. അപ്പോൾ അന്നത്തെ ആ നിഫ്റ്റിയുടെ ഇടിവിനെ അനുസ്മരിക്കുന്ന ഈ ദിവസം ഇതേപോലെ ഒരു വീഴ്ച ഉണ്ടായത് യാദൃച്ഛികമായിരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ വിക്സ് നമ്മൾ അമേരിക്കൻ വിപണിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കയിലെ നിലവിലെ ഈ മാസത്തെ ഏറ്റവും ഹൈ വിക്സ് സൂചിപ്പിക്കുന്നത് 28 എന്ന ലെവലിലാണ്. അപ്പോൾ ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന 48 മണിക്കൂർ അന്ത്യശാസനം പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ അമേരിക്കയിലും വിക്സ് ഈ രീതിയിൽ ഉയർന്നത്. അതേപോലെ കഴിഞ്ഞ മാസം നമ്മൾ കാണുന്നത് അമേരിക്കയിൽ ഇന്ത്യ വിക്സ് 13 വരെ താഴോട്ടേക്കും വന്നിരുന്നു. അപ്പോൾ ആ 13-28 എന്ന റേഞ്ചിലായിരുന്നു ഈ മാസം യുദ്ധത്തിന് ശേഷം വിക്സ് അമേരിക്കയിൽ നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 26 എന്നുള്ള ഇന്ത്യ വിക്സ് ഇതിൻ്റെ ഈ മാസത്തെ ലോ 14.2 ആണ്. അപ്പോൾ 14നും 26നും ഇടയിൽ തന്നെയാണ് ഇന്ത്യ വിക്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് വോളറ്റിലിറ്റി ഇൻഡെക്സുകളും ഏകദേശം 26 എന്ന ഒരേ നിലവാരത്തിലാണെങ്കിൽ ഇന്ത്യൻ വിപണി ഇന്ന് അമേരിക്കൻ വിപണിയേക്കാൾ കൂടുതൽ ഇടിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ പോലെയല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിൻ്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കാരണം രൂപയിൽ വലിയ തോതിലുള്ള മൂല്യത്തകർച്ചയും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരിൽ ഒരാളാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ വില കൂടുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യയെ പോലെ നേരിട്ട് ബാധിക്കില്ല. ഇതുകൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപ 94 എന്ന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരം ടച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപകർ തങ്ങളുടെ ലാഭം ഡോളറിലേക്ക് മാറ്റുമ്പോൾ വലിയ നഷ്ടമാണ് FIIsന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പാനിക് ആയിട്ടുള്ള സെല്ലിംഗ് നടത്താൻ അവരെ അത് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും വോളറ്റിലിറ്റി ഇൻഡെക്സ് ഏകദേശം ഒരുപോലെയാണെങ്കിലും യുദ്ധം മൂലം ഉണ്ടാകുന്ന എക്കണോമിക് ഇമ്പാക്റ്റ് ഇന്ത്യയെ പോലെ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ അത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും വിക്സ് ഒരേപോലെ ആയിട്ടും നമ്മുടെ വിപണി കൂടുതലായിട്ട് തകർന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിൽ പൊതുവെ ഉയരുന്ന ഒരു സംശയമാണ് മാർക്കറ്റ് ഇനിയും ഇടിയുമോ എന്നുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളത്. ആക്ച്വലി ഒരാൾക്കും അതിൻ്റെ എക്സാക്റ്റ് ബോട്ടം ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചില എക്കണോമിക് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സാധ്യതകൾ കണ്ടെത്താൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം നിഫ്റ്റി 50 ഇപ്പോൾ ഒരു കറക്ഷനിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ബോട്ടം പരിശോധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതിൻ്റെ PE റേഷ്യോ അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിലവിൽ നിഫ്റ്റി 50യുടെ PE റേഷ്യോ 20.2 മുതൽ 20.4 എന്ന നിലവാരത്തിലാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ 18നും 22നും ഇടയിലുള്ള ഒരു PE റേഷ്യോ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു മൂല്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ PE റേഷ്യോ 15ന് താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡീപ്ലി അണ്ടർ വാല്യൂഡ് ആയി എന്നാണ് നമ്മൾ കണക്കാക്കുക.
അതാണ് ഈ 2008 എക്കണോമിക് ക്രൈസിസിലും 2020 കോവിഡ് ക്രാഷിലും നിഫ്റ്റിയുടെ PE 15-ൽ താഴെ പോയിരുന്നു. അപ്പോൾ അത് നിക്ഷേപിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ നമുക്ക് കണ്ണുമടച്ച് നിക്ഷേപിക്കാവുന്നതാണ്. ഡീപ്ലി അണ്ടർ വാല്യൂഡിൽ നിന്നും കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ട്, അതായത് അണ്ടർ വാല്യൂഡ് മാത്രം എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു PE എന്ന് പറയുന്നത് നിഫ്റ്റിയുടേത് 15 മുതൽ 18 ഒരു PE ആണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഇനിയും നിഫ്റ്റി എത്തിയിട്ടില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള PE ആയിട്ടുള്ള 18-നും 22-നും ഇടയ്ക്കുള്ള ഈ ഒരു അവസ്ഥ ഒരു ഫെയർലി വാല്യൂഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടരാവുന്ന ഒരു അവസ്ഥയാണിത്. അതുപോലെ നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി തന്നെയാണിത്. പൊതുവേ നിഫ്റ്റിയുടെ PE 25-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഓവർ വാല്യൂഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് വലിയ റിസ്ക് ആണ്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിക്കൊണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മളെ ലാഭം തിരിച്ചു പിടിക്കേണ്ടത്. ഇതേപോലെ തന്നെ നിഫ്റ്റിയുടെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3.14 എന്ന ലെവലാണ്. അപ്പോൾ ഇത് ഒരു 2.5-ന് താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിപണി കുറച്ചും കൂടി വില കുറഞ്ഞ ഒരു അവസ്ഥയിൽ എത്തിയെന്ന് പറയാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് കൂടുകയും സ്റ്റോക്ക് പ്രൈസ് വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ PE റേഷ്യോ താനെ താഴുകയും മാർക്കറ്റ് ആകർഷകമാവുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് വില കൂടിയ അവസ്ഥയിലല്ല, എന്നാൽ വില കുറഞ്ഞ അവസ്ഥയിലുമല്ല. അപ്പോൾ നിഫ്റ്റി ഒരു 21,500-ന് താഴെ 22,000 ലെവലിലേക്ക് താഴുകയും നമ്മുടെ PE റേഷ്യോ 18-19 റേഞ്ചിൽ എത്തുകയും ചെയ്താൽ അത് നമുക്ക് അണ്ടർ വാല്യൂഡ് ലെവലിൽ എത്തിയെന്ന് പറയാൻ പറ്റും. അതാണ് എക്സാക്റ്റ് ബോട്ടം എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മുടെ ഒരു നിഗമനമാണ്. അതാണ് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു ലെവൽ. ആ ലെവലിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും നമ്മുടെ മാർക്കറ്റ് ഈ രീതിയിൽ ഇടിയുന്നതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം, അത് നിലവിലുള്ള യുദ്ധ സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ ഈ ഒരു അന്ത്യശാസനം 48 മണിക്കൂറിൻ്റെ ഈ ഒരു അന്ത്യശാസനം നൽകിയ ശേഷം ഇറാനെതിരെ യാതൊരു ട്വീറ്റും അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നാൽ അതിനുശേഷമുള്ള പോസ്റ്റുകൾ അധികവും ഡെമോക്രാറ്റുകൾക്കെതിരെയാണ്. തീർച്ചയായിട്ടും US രാജ്യത്തിനുള്ളിൽ അതിശക്തമായ എതിർപ്പാണ് യുദ്ധത്തിനെതിരെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡെമോക്രാറ്റുകൾ യുദ്ധത്തെ എതിർക്കുന്നതിനെ ട്രംപ് രൂക്ഷമായിട്ട് പരിഹസിക്കുന്നുണ്ട്. കാരണം ഈ ഡെമോക്രാറ്റ്സുകളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് റാഡിക്കൽ ലെഫ്റ്റ് ഡെമോക്രാറ്റ്സ് എന്നാണ്. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് മുമ്പ് ഭരിച്ച ഭരണകൂടങ്ങളുടെ പരാജയമാണെന്നാണ് ട്രംപിൻ്റെ വാദം. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ട്രംപ് ഒന്നും ചെയ്യുന്നില്ല എന്നായിരിക്കും ഇവർ ബഹളം വെക്കുക എന്നാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറയുന്നത്. അപ്പോൾ വിദേശത്ത് പോയിട്ട് ബോംബുകൾ ഇടാൻ വേണ്ടിയിട്ട് ബില്യൺ കണക്കിന് ഡോളർ ചിലവാക്കുമ്പോൾ നാട്ടിലെ ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടി ട്രംപ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഡെമോക്രാറ്റുകളും തിരിച്ചടിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ട്രംപ് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നിലപാടിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുഖം രക്ഷിക്കേണ്ടതുണ്ട്. അമേരിക്കൻ വോട്ടേഴ്സിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അദ്ദേഹം നൽകിയ ഈ സമയം 48 മണിക്കൂർ അവസാനിക്കാൻ പോവുകയാണ്. ആ ഭീഷണിയോട് കൂടി അദ്ദേഹം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ആരംഭിക്കേണ്ടി വരും. അപ്പോൾ അത്തരമൊരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിരിക്കും. കാരണം അതിനെ ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഗൾഫ് റീജിയനിലുള്ള ഇത്തരം വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾക്കെതിരെയും അതേപോലെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഗ്ലോബലായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അതിനെ പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലാതെ തന്നെ ലോകം വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ നാടകീയമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അവറിന് ശേഷം ട്രംപ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റിൽ പറയുന്നത് ഇറാനെതിരെയുള്ള അറ്റാക്ക് 5 ദിവസത്തേക്ക് നീട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസിൽ അത് റിഫ്ലക്റ്റ് ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് 100 എന്ന ലെവലിലേക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോള് നടന്നതായിട്ടും കാണാം. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിന് ആശ്വാസമാണ്. അപ്പോൾ നാളെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലൊരു റീബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മളെ മാർക്കറ്റിൽ കനത്ത ഇടിവ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പ്രൊമോട്ടർമാർ അവരുടെ കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നത് നിക്ഷേപകർക്കൊരു പോസിറ്റീവ് സൂചനയാണെന്നറിയാം. ഇപ്പോൾ 2026 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ എക്സ്ചേഞ്ച് ഫയലിങ്ങുകളിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ചില സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാരണം ഒരു കമ്പനിയെക്കുറിച്ച് ഏറ്റവും അടുത്തറിയുന്നത് അതിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകാൻ കഴിയുന്നതും പ്രൊമോട്ടേഴ്സിനാണ്. അപ്പോൾ അവരുടെ ഒരു ബൈങ് തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റേഴ്സിന് ഒരു വ്യക്തമായ സൈനാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആണ്. 2026 ഫെബ്രുവരിയിൽ ഇവരുടെ ഹോൾഡിംഗ് 3.33% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് 71.3 എന്ന പെർസെൻറ്റേജിൽ നിന്ന് 74.64 എന്ന പെർസെൻറ്റേജിലേക്ക് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ സെബിയുടെ റെസ്ട്രിക്ഷൻ ആയിട്ടുള്ള 75% പരിധിക്ക് തൊട്ടടുത്താണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോദ്രേജ് ഇൻഡസ്ട്രീസ് റിയൽ എസ്റ്റേറ്റ്, കൺസ്യൂമർ ഗുഡ്സ് മേഖലയിൽ
ആ ഗ്രൂപ്പിൻ്റെ ഒരു ആധിപത്യം ലക്ഷ്യമിട്ടാണ് അവർ ഇവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 26 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 39 ആണ്. അതിലും എത്ര താഴെയാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE. എന്നാൽ ഈ സ്റ്റോക്കിൽ നമ്മൾ പരിശോധിച്ചാൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 4.4 എന്നുള്ള ഹൈ ലെവലിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണാൻ പറ്റും. എന്നാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.5 മാത്രമാണ്. അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വർദ്ധിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് വെറും ഒരു മാനുഫാക്ചറിങ് കമ്പനി മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട ചില സബ്സിഡിയറി കമ്പനികളുടെ ഹോൾഡിംഗ് കമ്പനി കൂടിയാണ്. ഉദാഹരണത്തിന് ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗോദ്രേജ് അഗ്രോവെറ്റ്, ഗോദ്രേജ് ഫിനാൻസ് തുടങ്ങിയ സബ്സിഡിയറി കമ്പനികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കടമെടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ കമ്പനിയുടെ കടമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഉയർന്ന കടമുണ്ടെങ്കിലും ക്രിസിൽ അതുപോലെ ഇക്ര പോലെയുള്ള റേറ്റിംഗ് ഏജൻസികൾ ഈ കമ്പനിക്ക് AA+, അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റേറ്റിംഗ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കടം നമുക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാകും. മറ്റൊരു സ്റ്റോക്ക് അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഫെബ്രുവരി മാർച്ച് 2 ഘട്ടങ്ങളായിട്ട് ഇവർ ഹോൾഡിംഗ് 0.93% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ 44.78 എന്ന ലെവലിൽ നിന്ന് 45.71 എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ലിത്യം അയൺ ബാറ്ററി ബിസിനസ്സിലേക്കുള്ള കമ്പനിയുടെ ആ ഒരു ചുവടുമാറ്റം അതാണ് ഈ പ്രൊമോട്ടേഴ്സിന് അവരുടെ കമ്പനിയിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 31 എന്ന ലെവലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 38 ആണ്. മറ്റൊരു സ്റ്റോക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുള്ളത് ക്ലർക്ക് സർവീസസ് ലിമിറ്റഡ് ആണ്. അവിടെ 0.71% വർധനമാണുള്ളത്. അപ്പോൾ മുമ്പ് 53.81% നിന്നാണ് ഇപ്പോൾ 54.52 എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഒരു IT മേഖലയിലുള്ള കമ്പനി എന്നുള്ള നിലക്കുള്ള ഒരു സമ്മർദ്ദം ഈ സ്റ്റോക്കിലുണ്ടെങ്കിലും മികച്ച ക്യാഷ് ഫ്ലോ ആണ് ഈ കമ്പനിയിൽ പ്രൊമോട്ടർമാർക്ക് അവരുടെ ഓഹരി വർദ്ധിപ്പിക്കുവാൻ പ്രചോദനം നൽകുന്നത്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 19 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 25 എന്ന ലെവലായിരുന്നു. മറ്റൊരു സ്റ്റോക്ക് അവരുടെ ഹോൾഡിംഗ് വർദ്ധിച്ചിട്ടുള്ളത് ഇൻഫോസിസ് ആണ്. 0.22% വർധനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 14.52 എന്ന ലെവലിലേക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഇൻഫോസിസ് പോലെ വലിയൊരു കമ്പനിയിൽ 0.22% ഹോൾഡിംഗ് വർദ്ധിക്കുക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. ഇതുകൂടാതെ നമുക്കറിയാം IT സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഈ റൂപ്പി ഡിവാലുവേഷൻ കാരണം അവരുടെ സെയിൽസിൽ വമ്പിച്ച വർധനവ് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ കമ്പനിക്ക് വളരെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 17.7 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 24 എന്ന ലെവലായിരുന്നു. അവസാനമായി മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് ആണ്. അതിൻ്റെ ഹോൾഡിംഗ് 0.23% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോൾ 64.28 എന്ന ലെവലിൽ നിന്നും 64.51 എന്ന പെർസെൻറ്റേജിലേക്കാണ് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ വലിയ തോതിൽ ഗ്ലോബൽ ലെവലിൽ തിരിച്ചടി നേരിടുന്ന സമയത്ത് പോലും പ്രൊമോട്ടേഴ്സ് അവരുടെ ഓഹരി വാങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഫണ്ടമെൻ്റൽസിലുള്ള ഒരു വിശ്വാസമാണ് അത് സൂചിപ്പിക്കുന്നത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 19 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PE 20 ആണ്. മീഡിയം PEയോടും ഇൻഡസ്ട്രി PEയോടും യോജിച്ച് നിൽക്കുന്ന ലെവലിലാണ് ഇതിൻ്റെ PE ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. പ്രൊമോട്ടർമാർ വാങ്ങുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു ഓഹരി നമ്മൾ കണ്ണുമടച്ച് വാങ്ങരുത്. കമ്പനിയുടെ ROEയും കടബാധ്യതയും ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.